ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഹൈക്കിംഗ് ട്രൈബ്സ്. ഗോവയിൽ ഫേമസ് ആയ, ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു വാട്ടർഫാൾസ്. ഫോട്ടോയിലൂടെയും വീഡിയോയിലൂടെയും യാത്രയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വട്ടമെങ്കിലും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, അതാണ് നമ്മുടെ ദൂദ്സാഗർ വാട്ടർഫാൾസ്. ഇന്നത്തെ യാത്ര നമുക്ക് ദൂദ്സാഗർ വാട്ടർഫാൾസിന്റെ കാഴ്ചകളും വിശേഷങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ കൂട്ടം കണ്ടോ? ഇവരെല്ലാവരും അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം സെറ്റാണ്. നമുക്ക് നേരെ യാത്രയിലേക്ക് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ദൂദ്സാഗർ വാട്ടർഫാൾസിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ യാത്രയ്ക്കൊപ്പം പറഞ്ഞു തരാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ വണ്ടിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ നീണ്ടൊരു ക്യൂ നേരത്തെ കണ്ടില്ലായിരുന്നു. ആ നീണ്ട ക്യൂവിൻ്റെ അവസാനം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ നമ്മൾ 40 രൂപ കൊടുത്തിട്ട് നമുക്കൊരു ലൈഫ് ജാക്കറ്റ് വാങ്ങുക. ആ ലൈഫ് ജാക്കറ്റ് ഇട്ട് നമ്മൾ നേരെ എന്താക്കുക, ഈ കാണുന്ന വണ്ടിയിൽ നേരെ ഒരു ഓഫ് റോഡ്, ചെറിയ ഓഫ് റോഡ് എന്നല്ല, അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. 8 കിലോമീറ്റർ ദൂരം നല്ല അടിപൊളി കാടിൻ്റെ ഇടയ്ക്കൂടെ നല്ല അടിപൊളിയായിട്ടൊരു യാത്ര. ഇങ്ങനെ മുമ്പോട്ട് പോവാം, കാടും പുഴയും താണ്ടി എന്നൊക്കെ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള യാത്രയാണ്. നല്ല അടിപൊളി ഡ്രൈവർ, കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്, നല്ല വൈബ്. ഇങ്ങനെ നേരെ മുമ്പോട്ട് പോവുക. ഇതിനകത്ത് ഒരു 100 രൂപ നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫോറസ്റ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഫീ ആയിട്ട് നമ്മൾ കൊടുക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ അവസാനം, ഈ യാത്രയുടെ അവസാനം 500 രൂപ നമുക്ക് ഡ്രൈവർക്ക് കൊടുക്കണം. അതായത് ഈ 8 കിലോമീറ്റർ യാത്ര ചെയ്തതിൻ്റെ യാത്ര ഫീ ആയിട്ട് നമ്മൾ 500 രൂപ കൊടുക്കണം. എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ 640 രൂപ നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് നമ്മൾ ചിലവഴിക്കണം. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫീ ആണെന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ. നമ്മളങ്ങനെ നീണ്ടൊരു ഓഫ് റോഡും കാടിൻ്റെ ഇടയ്ക്കുള്ള യാത്രയും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം തന്നെ നമ്മുടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ശരിക്കും തന്നിരിക്കുന്ന 1.5 മണിക്കൂറാണ്. ഈ 1.5 മണിക്കൂറിൽ നമ്മൾ തിരിച്ചു വരണം. നല്ലൊരു ആംബിയൻസ് ആയിട്ട് ഇതെൻ്റെ ചെറിയ അരുവീൻ്റെ ഒക്കെ മോളിക്കോടെ ചെറിയൊരു പാലവും കാര്യങ്ങളും എല്ലാമായി നേരെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുറ്റോട് ചുറ്റും നോക്കിയാൽ നല്ല പാറക്കൂട്ടം, അതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയൊരു പുഴ. ഈ ദൂദ്സാഗറിന്റെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ മുകളിലേക്ക് നിങ്ങൾ നോക്കി, നമ്മളിതാ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ആ മുകളിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാലൊഴുകി വരുന്ന പോലെ കാണുന്നതാണ് നമ്മുടെ ദൂദ്സാഗർ. അതിൻ്റെ ഇടയ്ക്കോടെ ഒരു പാലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി വൈബ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ വ്യൂ, നമ്മളിവിടെ വന്നതിൻ്റെയും ആ 640 രൂപ മുടക്കിയതിൻ്റെയും നമ്മളിവിടെ എത്തിയതിൻ്റെയും എല്ലാത്തിൻ്റെയും നമുക്കൊരു ഫൈനൽ റിസൾട്ട് ഇതാ ഈ ഇങ്ങനെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ അല്പനേരത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ആ റെയിൽവേ പാതയിലൂടെ ഒരു ട്രെയിൻ പോകുന്ന കാണാൻ പറ്റി. ഗുഡ്സ് ട്രെയിൻ ആണ് പോകുന്നത്. മുമ്പിലും ബേക്കിലും 2 എഞ്ചിൻ വെച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. പക്ഷേ എന്താ വെച്ചാൽ അത്ര വെയിറ്റും കാര്യങ്ങളും വലിച്ചോട്ട് പോകേണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു മുമ്പിലും ബേക്കിലും 2 എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു ട്രെയിനാണ് പോകുന്നത് കാണുന്നത്. എപ്പോഴെങ്കിലും കൊങ്കൺ ഡ്രൈവിൽ കൂടെ ഒന്ന് പോയി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതൊരു വേറൊരു അനുഭവം തന്നെയാണ് കേട്ടോ. ഇനിയുള്ള കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഭൂമിയിലാണ്, നിലത്താണ്. നമ്മുടെ ദൂദ്സാഗർ വാട്ടർഫാൾസിൻ്റെ നേരെ താഴെ ഒരു ചെറിയൊരു കെട്ടുണ്ട്. വെള്ളം വീണ് ഒരു ചെറിയൊരു കുഴിയായ, അത്യാവശ്യം ആഴമുള്ള ഒരു കുഴിയായ ഒരു കെട്ട്. അവിടെ കുളിക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനുള്ള സൗകര്യവും കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളൂ നമുക്ക് കേട്ടോ. നമ്മുടെ സേഫ്റ്റി അവിടെ കുറച്ചൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ നീന്തലറിയാത്ത ആൾക്കാർക്കും വെള്ളത്തിലിറങ്ങാനുള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരതും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ നടുക്ക് നിന്നിട്ട് മുകളിലേക്ക് നോക്കാനുള്ളൊരു വൈബ്, അതെന്തായാലും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ വെള്ളത്തിൽ ഇറങ്ങണം. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്ര അധികം ആളുകൾ, നമ്മളാ ക്യൂ നിന്ന് കണ്ട അത്രയും അധികം ആളുകൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്നുള്ള പറയുമ്പോഴാണ് അതിനകത്തൊരു രസമുള്ളൊരു കാര്യം. നല്ല അടിപൊളി ഒരു വൈബ് കേട്ടോ. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഫോറിനേഴ്സും എല്ലാവരും ഇവിടെ വന്ന് ആസ്വദിച്ച് നീന്തി തുടിച്ച്
അവരുടെ ഒരു ആഗ്രഹം, അതായത് ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹം അവർ തീർക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളും വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടൻ നിങ്ങളുടെ മുമ്പിലെത്താം. കുറച്ചു നേരം കൂടുതൽ കാഴ്ചകൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നേരം വരെ ബൈ.